200ഓളം ചേന കാട്ടുപന്നികൾ നശിപ്പിച്ചതിന് വനം വകുപ്പ് കർഷകന് നൽകിയ നഷ്ടപരിഹാരം 165 രൂപ. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. 200ഓളം ചേന കാട്ടുപന്നികൾ നശിപ്പിച്ചതിന് വനം വകുപ്പ് കർഷകന് നൽകിയ നഷ്ടപരിഹാരം 165 രൂപ. ഈസ്റ്റേരി പഞ്ചായത്തിലെ മണ്ഡപം ഉദയപുരത്തെ ജീരകത്ത് വർഗീസ് എന്ന കർഷകനെയാണ് വനം വകുപ്പ് പരിഹസിക്കുന്ന രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകിയത്. 25-26 വർഷമായിട്ട് 200 ചേന നട്ടിങ്ങനെ ചേന കിലോയ്ക്ക് 85 രൂപ കൊടുത്ത് ചെറുപുഴയിൽ നിന്ന് 2 കിൻഡൽ ചേന മേടിച്ചാണ് നട്ടത്. അത് കഴിഞ്ഞ മാസം 20-ാം തീയതി കാട്ടുപന്നി കൂട്ടത്തോടെ കയറി പറഞ്ഞ വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ വേലിയെല്ലാം തകർത്ത് പറഞ്ഞാൽ കാട്ടുപന്നി കൂട്ടത്തോടെ കയറി 100-ലധികം ചേന നഷ്ടപ്പെടുത്തി. ഞാനത് കൃഷി ഓഫീസർ ചിറ്റാരിക്കാൽ കൃഷി ഓഫീസിൽ പോയി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും 50-ലധികം ചേന പോയിട്ടുണ്ടെന്നും 200 എണ്ണം കൃഷി ചെയ്തിട്ടുണ്ടെന്നും സർട്ടിഫിക്കറ്റ് തന്നു. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അക്ഷയയിൽ ഈ പറഞ്ഞ പോലെ ഫോട്ടോയും എല്ലാം എടുത്ത് അക്ഷയ മുഖാന്തരം അപേക്ഷ കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏത് മാനദണ്ഡത്തിലാണ് 165 രൂപ നൽകിയതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നു. പിന്നെ അത് പ്രകാരം കാസർഗോഡ് ഇതിനു വേണ്ടി നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം ഇന്ന് പോസ്റ്റലായിട്ട് ഒരു അപേക്ഷ അയച്ചിട്ടുണ്ട്. പറഞ്ഞാൽ പൈസ 165 അയക്കണ്ട, കൂടുതലായിട്ടും സത്യസന്ധമായ അന്വേഷണം നടത്താനുള്ള നടപടി സ്വീകരിച്ച് ന്യായമായ നഷ്ടപരിഹാരം നൽകാൻ എന്നും പറഞ്ഞ് ആവശ്യപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. കിലോയ്ക്ക് 85 രൂപ നിരക്കിൽ ചെറുപുഴയിൽ നിന്നും 2 ക്വിൻ്റൽ ചേനവിത്ത് വാങ്ങിയാണ് വർഗീസ് കൃഷി ചെയ്തത്. നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകാൻ തന്നെ ഇതിൽ കൂടുതൽ പണം ചെലവായി. ഏത് മാനദണ്ഡപ്രകാരമാണ് നഷ്ടപരിഹാരമായി 25 രൂപ നൽകിയതെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് വർഗീസ് പറയുന്നത്. അധികാര ഉദ്യോഗസ്ഥ വർഗം കർഷകനോട് കാണിക്കുന്ന അവഗണനയ്ക്കും കർഷകരെ പരിഹസിക്കുന്ന സംഭവങ്ങൾക്കും ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. കർഷകൻ എന്ന് വാതോരാതെ പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാരും കർഷകന് നേരെ മുഖം തിരിക്കുകയാണ്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.